പിന്നെ കരയണ്ട, ഞാൻ കൊണ്ടുവരും കെട്ട്. സങ്കടം കരച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നതാടാ. നിന്റെ കല്യാണമാണ് മക്കളെ, മാമന്റെ കല്യാണം. മാമന്റെ ആദ്യത്തെ കല്യാണം, ആദ്യത്തേതും അവസാനത്തേതും. അപ്പൊ നമ്മള് നേരെ സിംഗിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ നമ്മളെ ആൾക്കാരൊക്കെ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. റെഡിയല്ലേ? അതാ ഇതില് നിയാസ് കേറി കേറി. മാമന് കല്യാണം കഴിക്കുമ്പോ ഓക്കെ ഓൻ പറഞ്ഞു പോയിട്ട് പെണ്ണുങ്ങളെ കൂട്ടിട്ട് വരാതെ പറഞ്ഞു. സമ്മതം കിട്ടി സെറ്റായി. പോട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. അതായത് നമ്മുടെ സർപ്രൈസ് റിവീലിംഗ് ആണ്. എന്താണ് സർപ്രൈസ് നമ്മൾ പറഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ മണവാട്ടി കൂടെ ഉണ്ട്. മണവാട്ടി സെൽഫായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് അല്ലേ? അതായത് കല്യാണത്തിന് സെൽഫ് മേക്കപ്പ് ആണ് നമ്മുടെ സിങ്കി ചെയ്തിട്ടുള്ളത്. അതിന്റെ ഷോട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ഫുൾ വീഡിയോ, അതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ വേറെ എപ്പിസോഡിൽ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഷോട്ടുകൾ ഇട്ടുതരാം നമ്മൾ ഈ ഒരു വീഡിയോയില് അല്ലേ? എന്തായിരുന്നു എന്റെ എക്സ്പീരിയൻസ്? എന്റെ ഒരു ആഗ്രഹമാണ്. അല്ല, ഒരു കാണട്ടെ, അഭിപ്രായം പറയൂ. അതെ, നിങ്ങൾ അഭിപ്രായം പറയും, കമന്റ് പറയണം കേട്ടോ. അതായത് എങ്ങനെയുണ്ടെന്നുള്ള ഔട്ടർ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കണം. ഒരു കലയില്ല എന്ന് പറയണം. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്, എങ്ങനെ എന്താ വന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണ് മേക്കപ്പ് ചെയ്യുന്നത്. നമ്മുടെ അലീന വന്നിട്ടുണ്ട് ഗൈസ്. നല്ലപോലെ കോലത്തിലാണ്. നനച്ചിട്ട് യൂസ് ചെയ്യാം, അതായത് റോ ആയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാം. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് കിട്ടും. കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഇല്ലല്ലോ, ക്യാമറമാൻ ഇല്ല. പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ആഴ്ചയിലെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു കളറുമായിട്ട് മാറും. പിന്നെ എനിക്ക് കഴുത്തിൽ അത്ര പിഗ്മെന്റേഷൻ വരുന്നില്ല. സോ സട്ടിൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫൈൻ ലൈൻസ് വരുമല്ലോ, എന്തായാലും ഇങ്ങനെ ഫൈൻ ലൈൻസ് വരും. റെഡിന്റെ ഒരു കളർ പാലറ്റ് ആണ്, അതിൽ ഫേൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് എടുക്കുക. വളരെ സിമ്പിൾ ഐ മേക്കപ്പ് ആണ്. മേക്കപ്പ് ഫിക്സറും കൂടി അടിച്ചു കൊടുത്താൽ കഴിഞ്ഞു. അങ്ങനെ നമ്മളിതാ സിങ്കിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലുള്ളത് വെറുതെ യാത്ര എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യാസിനൊക്കെയാണ് ഫ്രണ്ടിൽ പോകുന്നത്. യാസിന ലോക്ക് ചെയ്തേക്ക്. അപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാരും വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ഇവര് എന്നെ ഇടിക്കുമോന്ന് എനിക്ക് അറിയില്ല. വാ, ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാലും ഞാൻ പോവാല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, സെൽഫ് ചെയ്ത സാധനം, ബ്രൈഡ് സെൽഫ് ചെയ്തത്. ഇത് നമ്മുടെ ഒരു ചലഞ്ച് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ എന്താ പറയുക, ഓളെന്നെ ഓളതിന് ചെയ്യണം എന്നുള്ള ഒരു സാധനം അല്ലേ? ഡൺ. യെസ്, ഓക്കെ. നിങ്ങൾ പറ എങ്ങനെയുണ്ട് എന്നുള്ളത്, നിങ്ങൾ പറ. ഇത് നമ്മുടെ ഒരു സംഭവത്തിന്റെ തുടക്കമാണ് അല്ലേ? തുടക്കമാണ്. നിങ്ങൾ പറ. എങ്ങനെ എടത് പിന്നും പിന്നും കെട്ടി വിചാരിച്ചു ലൂസായി ഒന്നും പോലല്ലോ. അതെ, ഒച്ചപ്പാട് എന്തെങ്കിലും ഉണ്ടോ? ആ,
ആ സ്ഥലം അതന്നെ. എടാ കെട്ടല്ലേ? ഇത് ഉറപ്പിച്ചിരിക്കുന്നു. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂലായിരുന്നു, പക്ഷെ ഇത്തവണ കൊണ്ടുപോവാണ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഉറപ്പിക്കൽ കൊണ്ട് കിട്ടിയതാ. പോവല്ലോ അതെന്താ? അല്ല ഇനി ഈ മൂന്നാമത് ഇവളെ വിചാരം എന്നാ ഇതുപോലെ അടുത്തൊരു പരിപാടിയും കൂടി ഉണ്ടാവും, വീണ്ടും കെട്ടാന്നുള്ളത്. ഇതൊരു പരിപാടി അല്ല, നമുക്ക് കഴിഞ്ഞ് ഇനി നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇനി പോവാ. അല്ലെ ഫ്രണ്ട്സ് ആരും ഒന്നും വിചാരിക്കരുത്, റിസപ്ഷൻ ഉണ്ട് കേട്ടാ. ഉണ്ട്, പരിപാടി ഉണ്ട്. അങ്ങനെ എങ്ങനെയും പോവൊന്നുമില്ല. ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ് അല്ലേ? പിന്നെന്താണ് സിബ? അതെ. എടുത്ത് പൊക്കിയാലോ? പൊക്കിയാലോ? എടാ വേണ്ടല്ലോ, അത് വേദന. അല്ല നടുവേദനായി പോകണ്ടല്ലോ അല്ലെ? ഓഡിയൻസിന്റെ അഭിപ്രായ പ്രകാരം ഞാൻ ആ പൊക്കുന്ന നിർത്തി, അല്ലാതെ എനിക്ക് പറ്റാനിട്ടൊന്നല്ല കേട്ടോ. അല്ല 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 അല്ലല്ല അല്ല ഇനി ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാലോ വിചാരിച്ചിട്ട് ഞാൻ അത് അങ്ങനെ ഉപേക്ഷിക്കുകയാണ് ആ ഒരു അറ്റംപ്റ്റ്. അതെ അതെ അതെ. മുട്ടായി ധാന്യമണികൾ എന്തൊക്കെയോ തരുന്നുണ്ട്. അല്ല ഞാനാണ് ഇവളാണ് ഫസ്റ്റ്. അല്ല കരയേണ്ട എന്റെ കൂടെ അല്ലേ വരുന്നത്, എന്റെ കൈകളിൽ നീ സുരക്ഷിതമായിരിക്കും. സങ്കടം കരച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നതാടാ. ഏയ് അതൊരു കുഴപ്പമില്ല. ഇത് ഹേറ്റേഴ്സും ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ കൂടെ. ഞാൻ തുടച്ചെടുക്കട്ടേക്കുന്നത്. ഇറങ്ങല്ലേ പോവാം. സാറില്ല കൊണ്ടുപോവാണ സിനു വാ ഇവിടെ
വാ വാ വാ. പിന്നെ കരയണ്ട, ഞാൻ കൊണ്ടുവരും കേട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാം. സിനു പോട്ടെ പോട്ടെട്ടാ. സിനു പോട്ടെ, ഉമ്മ പോട്ടെ, പോട്ടെ പോട്ടെ. അസ്സലാമു അലൈക്കും. പോയിട്ട് വരാം. പോട്ടെ. കരയണ്ട. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അതെ, നിനക്ക് വരാടാ, തരാട്ടാ. നിനക്ക് തരാട്ടാ. അങ്ങനല്ല, ഇത് ഇതാവണ്ട വിചാരിച്ചിട്ട്. കറക്റ്റ് നീലക്കുയിലാണല്ലോ റാശിയ. നീലക്കുയില്. ഇത് നിയാസ് നീലക്കുയില്. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മുത്ത, ഞാനില്ലേ. ഓക്കെ, കുറച്ച് ബാക്കോട്ടാക്കി കൊടുക്കും. ഓൾ സെറ്റ്. വാ, ഇനി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. അതുവരെ ഞങ്ങളൊന്ന് കുറച്ച് കുശലം പറയട്ടെ വീട്ടിലത്തേക്ക്. വാ. ഇനി സിങ്കി വീട്ടിൽ കയറുന്ന എപ്പിസോഡാണ് കേട്ടോ. ഇത് ഇങ്ങനെ പാർട്ടാക്കാൻ പറഞ്ഞത് ആള് ഇയാളാണ് കേട്ടോ. അതിന്റെ കാരണം എന്താ? ഒന്നും കണ്ടന്റ് ഒന്നും മിസ്സായി പോയിരുന്നില്ല, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എൻ്റെ സാധനങ്ങൾ ഓരോരോ ഫണ്ണുകൾ കൂടിക്കൂടി വരികയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കുറെ കോമഡികൾ ഉണ്ട് ഇവിടെ കേറിയിട്ടുള്ളത്. വരാൻ പോകുന്നുണ്ട്, അതൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കയറുന്നതോ അമ്മായിന്റെ ഒക്കെ കോമഡികൾ ഉണ്ട്, മൊത്തമുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഇത് നമ്മൾ വേറൊരു സംഭവം കൂടി ഇതിന്റെ ഫാമിലി റാഗ് ചെയ്യുന്നുണ്ട്, ഒക്കെ വരാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്ക് അടിച്ചേക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാക്കണ്ട. യെസ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണല്ലേ. അടുത്തത് ഇവിടെ വീട്ടിൽ കയറുന്നതാണ്. അപ്പൊ എല്ലാരും നെക്സ്റ്റ് എപ്പിസോഡ് വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ.